സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് പിങ്ക് കാർഡിലേക്ക് മാറാനായിട്ടുള്ള അവസരം ജൂൺ 30 വരെയാണ് ഉള്ളത്. പിങ്ക് കാർഡിലേക്ക് മാറാൻ അർഹരായിട്ടുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതും. ഇപ്പോൾ നിരവധി ആളുകളാണ് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത്. പരിശോധനയിൽ ഇവർ അർഹരാണെന്ന് കണ്ടാൽ പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിക്കുന്നതായിരിക്കും. പിങ്ക് കാർഡിന് അർഹതയുള്ള നിരവധി ആളുകളാണ് വെള്ള നീല റേഷൻ കാർഡിൽ ഉള്ളത്. അതിനാൽ അർഹരായ എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർ തുടർച്ചയായ മാസങ്ങളിൽ റേഷൻ വിഹിതം ഒന്നും തന്നെ വാങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ അവരുടെ റേഷൻ കാർഡ് വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതായിരിക്കും. ഇക്കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. റേഷൻ കാർഡ് തരം മാറ്റുന്നതിനായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിന്റെ വിസ്തീർണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വാടക വീടാണെങ്കിൽ വാടക കരാർ, BP ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റ്, മാരക രോഗങ്ങൾ ഉണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയൊക്കെ ആവശ്യമായ രേഖകളാണ്. ഇവർക്കൊക്കെ മുൻഗണന ലഭിക്കുന്നതും ആയിരിക്കും. അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. ജൂൺ 30 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. മുൻഗണനാ വിഭാഗത്തിൽ സാമ്പത്തികമായി ഉയർച്ച ഉള്ളവർ അവരുടെ കാർഡ് മടക്കി നൽകിയിട്ടുണ്ട്. അതിനാൽ അർഹരായ എല്ലാവർക്കും തന്നെ പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിക്കുന്നതുമാണ്. മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുകയാണെങ്കിൽ സൗജന്യ അരിയും ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. കൂടാതെ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും മണ്ണെണ്ണ ലഭിക്കുന്നതാണ്. റേഷൻ കടകളിൽ മണ്ണെണ്ണ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. AAY റേഷൻ കാർഡ് ഉള്ളവർക്ക് 1 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക. 1 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് 61 രൂപയാണ് വില വരുന്നത്. മറ്റു റേഷൻ കാർഡുകാർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണ വീതമാണ് ലഭ്യമാകുന്നത്. 3 മാസത്തിലൊരിക്കലാണ് മണ്ണെണ്ണ വിതരണം ഉണ്ടാകുന്നത്. വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണ വരെ ലഭിക്കുന്നതായിരിക്കും. ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ റേഷൻ കടകളിൽ നിന്നും ലഭ്യമാകുന്നതാണ്. ഇനി ഒരാഴ്ച കൂടി സമയമുള്ളൂ. ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം എല്ലാവരും ശരിയായ രീതിയിൽ തന്നെ ചെയ്യുക.